വിദ്യാർത്ഥിയെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ നേതാവിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനകത്ത് പ്രതിഷേധിച്ചവർക്കെതിരെ കേസ്. യൂത്ത് കോൺഗ്രസ് ASU പ്രവർത്തകർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനടക്കം 10 പേർക്കെതിരെയാണ് കേസ്. പത്തനംതിട്ട കടമ്മനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് വിദ്യാർത്ഥിനിയെ ക്യാമ്പസിനകത്ത് മർദ്ദിച്ച ഡിവൈഎഫ്ഐ പെരുന്നാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ജെയ്സൺ ജോസഫ് സാജനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആറന്മുള പോലീസ് സ്റ്റേഷനകത്ത് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി തറയിൽ കുത്തിയിരുന്ന് മാർഗതടസ്സം സൃഷ്ടിച്ചു, GD ചാർജിന്റെ മേശയ്ക്ക് ചുറ്റും കുത്തിയിരുന്നു തുടങ്ങിയ കുറ്റങ്ങളാണ് സമരക്കാർക്കെതിരെ ചുമത്തിയത്. മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിക്ക് നീതി കിട്ടും വരെ പിന്നോട്ടില്ലെന്നും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്താൽ പ്രവർത്തകർ ഭയക്കില്ലെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ വ്യക്തമാക്കി. നീതി ലഭിക്കുന്നതിന് വേണ്ടി പ്രതിഷേധിക്കുകയാണ്. ആ പ്രതിഷേധിച്ചതിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് അങ്ങനൊന്നും അടിച്ചൊതുക്കുവാന്ന് ഒരു സർക്കാരും ഇവിടെ കരുതണ്ട. ഞങ്ങൾ ആദ്യമായിട്ടല്ല ഈ കേസും ജാമ്യമില്ലാത്ത വകുപ്പ് ഒന്ന് കാണുന്നത്. ഇനി എന്തൊക്കെ വേണ്ടി വന്നാലും ആ കുട്ടിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെയും യൂത്ത് കോൺഗ്രസും KSUം അതിനോടൊപ്പം നിന്നിരിക്കും. വിദ്യാർത്ഥിനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സനെതിരെയും പോലീസ് കേസെടുത്തു. ജെയ്സൺ ഉൾപ്പെടെ 5 പേരാണ് പ്രതികൾ വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ചതായി FIR-ലുണ്ട്. പോലീസ് സ്റ്റേഷനകത്ത് സമരം നടത്തിയതിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ഷംന, ആരോൺ ബിജിലി പനവേലിൽ, KSU ജില്ലാ പ്രസിഡന്റ് അലൻ ജോ മൈക്കിൾ, ഓട്ടോ ഡ്രൈവർ അനീഷ്, കണ്ടാലറിയാവുന്ന മറ്റ് 5 പേർ എന്നിവർക്കെതിരെയും ആറന്മുള പോലീസ് കേസെടുത്തു. റിപ്പോർട്ടർ, പത്തനംതിട്ട.